ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KTET കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ യൂട്യൂബ് ചാനൽ വഴി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡാഷിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അതായത് ഏതു വർഷമാണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? 2. ഒന്നാം 5 ഇയർ പ്ലാനിന്റെ മറ്റൊരു നാമം എന്താണ്? 3. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരാണ്? 4. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നിർമ്മിച്ച പ്രധാനപ്പെട്ട 3 ഡാമുകൾ ഏതൊക്കെയാണ്? 5. UGC ഏത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ആണ് ആരംഭിച്ചത്? 6. UGC ആരംഭിച്ച വർഷം ഏതാണ്? 7. ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ പിതാവ് എന്ന് പറഞ്ഞ പിതാവ് ആരാണ്? 8. സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ച ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഏതാണ്? 9. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ച വർഷം ഏതാണ്? 10. കുടുംബാസൂത്രണത്തിന് പ്രാമുഖ്യം നൽകിയ 5 ഇയർ പ്ലാൻ ഏതാണ്? 11. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പ്രാധാന്യം കൊടുത്ത മറ്റു മേഖലകൾ ഏതെല്ലാം? 12. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? 13. ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് എത്രയാണ്? 14. ഒന്നാം പദ്ധതി കൈവരിച്ച ലക്ഷ്യം എത്രയാണ്? 15. സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 16. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 17. സെക്കൻഡ് 5 ഇയർ പ്ലാൻ പ്രാമുഖ്യം നൽകിയിരുന്നത് എന്തിനാണ്? 18. സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ മറ്റൊരു നാമം എന്താണ്? 19. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം ഉണ്ടായ പദ്ധതി ഏതാണ്? 20. സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ഏതെല്ലാം? 21. സെക്കൻഡ് 5 ഇയർ പ്ലാൻ ലക്ഷ്യം എത്ര ശതമാനമായിരുന്നു? 22. സെക്കൻഡ് 5 ഇയർ പ്ലാൻ കൈവരിച്ച ലക്ഷ്യം എത്രയായിരുന്നു? 23. തേർഡ് 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യം എന്തായിരുന്നു? 24. തേർഡ് 5 ഇയർ പ്ലാനിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? 25. തേർഡ് 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 26. തേർഡ് 5 ഇയർ പ്ലാൻ നേടിയ വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 27. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതായിരുന്നു? 28. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച 5 ഇയർ പ്ലാൻ ഏതാണ്? 29. തേർഡ് 5 ഇയർ പ്ലാനിന് വിഘാതമായ ഘടകങ്ങൾ എഴുതുക. 30. ഫോർത്ത് 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? 31. ഫോർത്ത് 5 ഇയർ പ്ലാൻ പരാജയപ്പെടാൻ കാരണം എന്താണ്? 32. ഫോർത്ത് 5 ഇയർ പ്ലാൻ കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? 44. 12ാം പദ്ധതിയുടെ കാലഘട്ടം പറയുക. 33. ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ ഊന്നൽ നൽകിയത് എന്താണ്? 34. 20 ഇന പരിപാടികൾ നടപ്പിലാക്കിയ 5 ഇയർ പ്ലാൻ ഏതാണ്? 35. RLEGP, IRDP എന്നിവ നടപ്പിലാക്കിയ 5 ഇയർ പ്ലാൻ ഏതാണ്? 36ാമത്തെ ക്വസ്റ്റ്യൻ. 7ാം 5 ഇയർ പ്ലാൻ നേടിയ വളർച്ച എത്രയാണ്? 37. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? 38. പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന പദ്ധതി ഏതാണ്? 39. രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്ന പദ്ധതി ഏതിലാണ്? 40. കുടുംബശ്രീ വന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? 41. കേരള വികസന പദ്ധതി വന്ന 5 ഇയർ പ്ലാൻ ഏതാണ്? 42. ഇൻക്ലൂസീവ് ഗ്രോത്ത് ഉണ്ടായ പദ്ധതി ഏതാണ്? 43. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ച ഉണ്ടായ പദ്ധതി ഏതാണ്? മൊത്തം 44 ക്വസ്റ്റ്യൻസ് ആണ് 5 ഇയർ പ്ലാനിന്റെ പാർട്ട് 1 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഓക്കെ, ഇതുപോലത്തെ 5 സെറ്റ് ക്വസ്റ്റ്യൻസ്, ഏകദേശം 200 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ ഉണ്ടാവുക. പക്ഷെ ക്രാഷ് കോഴ്സിന് നമ്മൾ പാർട്ട് 1 മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇനിയുള്ള പാർട്സുകളിലൊക്കെയും ഹയർ ഓപ്ഷൻസ് പേ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും. കേരള ഫിസിക്സ് അക്കാഡമിയുടെ കാറ്ററ്റിന്റെ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3ക്ക് ക്രാഷ് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ക്രാഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യുവാനായിട്ട് പെയ്ഡ് കോഴ്സാണ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 ആണ്. പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.